വാർത്തകളിലേക്ക്. കേരള കോൺഗ്രസ് പിളർപ്പിലേക്ക് പ്രത്യേക ഘടകകക്ഷിയാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ജോസഫ് വിഭാഗം മുഖ്യമന്ത്രിയെ കണ്ടു. സീറ്റ് തർക്കത്തെ തുടർന്നാണ് ഈ നീക്കം. ജോസഫ് വിഭാഗം തിരുവനന്തപുരത്ത് യോഗം ചേരുകയാണ്. വിവരങ്ങളുമായി സുനിൽ അരിമാനൂർ ചേരുന്നു. സുനിൽ, നേരത്തെ തന്നെ ജോസഫ് വിഭാഗം സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട അസംതൃപ്തി മാണി വിഭാഗത്തെ അറിയിക്കുകയുണ്ടായി. ഒടുവിൽ അത് പ്രത്യേക ഘടകകക്ഷിയാകുന്നതിലേക്ക് നീങ്ങുന്നു. എങ്ങനെയാണ് യോഗം പുരോഗമിക്കുന്നത്? യോഗത്തിൽ ഉയരുന്ന ആവശ്യങ്ങൾ എന്തൊക്കെ? അജിംഷാദ്, സീറ്റ് നിർണയവുമായി സ്വാരസ്യം നേരത്തെ തന്നെ രൂപപ്പെട്ടതാണ്. അതിന്റെ പുതിയൊരു പ്രതിഫലനമായിട്ടാണ് ഇപ്പോൾ പിളർപ്പിന്റെ വക്കിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ പി ജെ ജോസഫിന്റെ നിയമസഭയിലെ റൂമിൽ ടി കുരുവിളയും മോൻസ് ജോസഫും അടക്കമുള്ളവർ ചർച്ച നടത്തുകയാണ്. മോൻസ് ജോസഫ് ചർച്ച നടത്തി അല്പം മുമ്പ് റൂമിൽ നിന്ന് പോയി. അതിനുശേഷം സി എഫ് തോമസ്, മാണി വിഭാഗത്തിലെ സി എഫ് തോമസ് കൂടിക്കാഴ്ച നടത്തി പി ജെ ജോസഫുമായി. 15 മിനിറ്റിലധികം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സി എഫ് തോമസും മടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ പി ജെ ജോസഫ് ടി കുരുവിളയും തമ്മിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ റൂമിനകത്ത് അടച്ചിട്ട റൂമിൽ ചർച്ച പുരോഗമിക്കുന്നത്. ഏതായാലും പ്രത്യേക ഘടകകക്ഷിയായി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു നിലപാട് സംബന്ധിച്ചാണ് ഈ ചർച്ചയ്ക്കകത്ത് വരുന്നത്. അത് മോൻസ് ജോസഫും ടി കുരുവിളയുമായിട്ട് അക്കാര്യങ്ങളെല്ലാം സംസാരിച്ച് ആ നിലപാടിൽ ഉറച്ചു തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം സൂചിപ്പിച്ചു. പ്രത്യേക ഘടകകക്ഷിയായി മാറേണ്ടതുണ്ട്. അത് സംബന്ധിച്ച കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചത്. പക്ഷേ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞില്ല. കാരണം നിയമസഭ ഇന്ന് അവസാനിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സഭാ സമ്മേളനങ്ങളുടെ അവസാന ഘട്ടത്തിലേക്കായതുകൊണ്ട് അതിന്റെ തിരക്കിലായതുകൊണ്ട് പിന്നീട് ഇക്കാര്യങ്ങളിലേക്ക് കൂടുതൽ ചർച്ച നടത്താം എന്നാണ് പി ജെ ജോസഫുമായി പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പി ജെ ജോസഫ് അതിന്റെ ഒരു മുൻകരുതൽ നടപടി എന്നോണമാണ് തങ്ങളുടെ ഭാഗത്തുള്ളവരെ ഉറപ്പിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ ടി കുരുവിളയുമായും മോൻസ് ജോസഫുമായി ചർച്ച നടത്തിയത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നിലപാട് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ആണ് സി എഫ് തോമസ് ഇത്തരത്തിലുള്ള ചർച്ചകൾ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ വരുന്നു എന്നുള്ളത് സംബന്ധിച്ച വന്ന സാഹചര്യത്തിൽ തീർച്ചയായും സുനിൽ, ഇപ്പോൾ പി ജെ ജോസഫിന്റെ വസതിക്ക് മുന്നിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സജേഷ് ചേരുകയാണ്. സജേഷ്, ലയന സമയത്ത് പോലും ഏറ്റവും കൂടുതൽ നഷ്ടം സഹിക്കേണ്ടി വന്ന പാർട്ടിയാണ് ജോസഫ് ഗ്രൂപ്പിന്റേതെന്ന ഭിന്നത അല്ലെങ്കിൽ അതൃപ്തി ഏറെ നാളായി അവർ വെച്ചു പുലർത്തുന്നതാണ്. എന്നിട്ടും മാണി പ്രശ്നങ്ങളിലൊക്കെ സജീവമായി അവർ മാണിക്ക് വേണ്ടി നിലനിന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ അവർ പിരിയുകയാണ് വീണ്ടും എന്ന സൂചനകൾ വ്യക്തമാകുന്നു. എന്തൊക്കെയാണ് ജോസഫ് വിഭാഗത്തിന്റെ യോഗത്തിൽ ഉയരുന്ന ആവശ്യങ്ങൾ? അജിംഷാദ്, ഇനി ഒരുമിച്ച് പോകാനാകില്ലെന്ന സൂചനകളാണ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് കിട്ടുന്നത്. ഇനി ഒരു തരത്തിലും ഈ രീതിയിൽ മുന്നോട്ട് പോകാനാകില്ല. ആ സാഹചര്യത്തിലാണ് പ്രത്യേക ഘടകകക്ഷിയായി നിലനിൽക്കാനുള്ള ആവശ്യം ഉന്നയിക്കുന്നത്. പി ജെ ജോസഫ് വിഭാഗത്തിൽ തന്നെ UDF-ൽ തുടരണമെന്ന് പി ജെ ജോസഫ് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. മുന്നണി വിടണമെന്ന നിലപാട് പോലും ആന്റണി രാജു, മോൻസ് ജോസഫ് തുടങ്ങിയ നേതാക്കൾ അത്തരം നിലപാടുണ്ട്. ഫ്രാൻസിസ് ജോർജ്, KC ജോസഫ് തുടങ്ങിയ നേതാക്കൾക്കും അത്തരം ഒരു നിലപാടുണ്ട്. എന്നാൽ UDF-ൽ പ്രത്യേക ഘടകകക്ഷിയായി തുടരണമെന്ന നിർദ്ദേശം പി ജെ ജോസഫാണ് മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയെ കാണുകയും ഈ രീതിയിൽ പ്രത്യേക ഘടകകക്ഷിയായി തുടരണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തത്. എന്നാൽ അത് പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാക്കും. പി ജെ ജോസഫിന് കൂടുതൽ സീറ്റുകൾ എവിടെ നിന്ന് കിട്ടും എന്ന ആലോചന വരും. കെ മാണിക്ക് നിലവിലുള്ള 15 സീറ്റിൽ ഒരു സീറ്റും കുറയ്ക്കാൻ അനുവദിക്കില്ല എന്നാണ് മാണിയോട് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ പുതുതായി 6 or 7 സീറ്റ് പി ജെ ജോസഫിന് നൽകാൻ UDF-ന് കഴിയാതെ വരും. അത്തരം പ്രതിസന്ധികൾ ഇതോടുകൂടി മൂർച്ഛിക്കുകയാണ്. നിലവിൽ 4 സീറ്റുകളിലാണ് പി ജെ ജോസഫ് വിഭാഗം മത്സരിച്ചിരുന്നത്. ആ സീറ്റുകളുടെ കാര്യത്തിൽ പോലും കെ മാണി ഉറപ്പു പറഞ്ഞില്ല. പ്രധാനപ്പെട്ട തർക്ക വിഷയമായി മാറിയതും ഇതാണ്. ഈ 4 സീറ്റുകൾക്ക് പുറമെ കഴിഞ്ഞ തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ കഴിയാതിരുന്ന ഫ്രാൻസിസ് ജോർജിന് ഉണ്ട്, ആന്റണി രാജു ഉണ്ട്. അത്തരം നേതാക്കൾ കൂടി മത്സരിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് പി ജെ ജോസഫ് വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കെ മാണി ഇത് അംഗീകരിച്ചില്ല. തന്ന സീറ്റുകളിലും കുറയും എന്ന നിലപാടിലേക്ക് കെ മാണി പോയി. ആ സാഹചര്യത്തിലാണ് ഈ പ്രതിസന്ധി ഇത്രയും സങ്കീർണമാകുന്നതും പ്രത്യേക ഘടകകക്ഷിയായി നിൽക്കുന്നതിനുള്ള താല്പര്യം പി ജെ ജോസഫ് മുഖ്യമന്ത്രിയെ അറിയിക്കുന്നതും. അജിംഷാദ്, തീർച്ചയായും സജേഷാണ് വിവരങ്ങൾ നൽകിയത്. ജോസഫ് വിഭാഗം മാണി വിഭാഗത്തിൽ നിന്നും വേർപിരിയാൻ ഉദ്ദേശിക്കുന്നു. തീർച്ചയായും അതിൻ്റെ ആസന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. പ്രത്യേക ഘടകകക്ഷിയാകണമെന്ന ആവശ്യമാണ് ജോസഫ് മുമ്പോട്ട് വെക്കുന്നത്. എന്നാൽ മുന്നണി തന്നെ വിടണമെന്ന ആവശ്യമാണ് ജോസഫ് വിഭാഗത്തിലെ ഒരു ശക്തമായ വിഭാഗം മുമ്പോട്ട് വെക്കുന്നത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് സുനിൽ അരിമാനൂരും MR സജേഷും നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പി ജയരാജന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, നേരത്തെ തന്നെ CPIM-ൻ്റേതടക്കമുള്ള എതിർപ്പുകൾ വകവയ്ക്കാതെയാണ് ആംബുലൻസിൽ തന്നെ പരിക്ക് പറ്റിയിട്ടും അപകടമുണ്ടായിട്ടും ആംബുലൻസിൽ തന്നെ തൃശ്ശൂരിൽ നിന്നും പുറപ്പെടാൻ
സർക്കാർ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ പോലീസ് തീരുമാനിച്ചത്? ഈ ഘട്ടത്തിൽ എറണാകുളത്ത് വെച്ച് വീണ്ടും അസ്വാസ്ഥ്യം ജയരാജന് അനുഭവപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെ വിവരങ്ങൾ, വിശദാംശങ്ങൾ? അജിംഷാദ്, തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ രാവിലെ ഏതാണ്ട് അങ്കമാലി പിന്നിട്ടപ്പോഴാണ് അദ്ദേഹത്തിന് നേരിയ തോതിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ടതായി പറഞ്ഞു. ഉടനെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർ ചികിത്സയ്ക്ക് നിർദ്ദേശിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അല്പം മുമ്പ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവരികയും അവിടെ പരിശോധന നടത്തുകയും ചെയ്തു. ഈ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ECGയിൽ നേരിയ വ്യതിയാനം കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും അത് വിദഗ്ധ ചികിത്സയ്ക്കായാണ് തിരുവനന്തപുരം ശ്രീചിത്രയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഏതാണ്ട് 1 മണിക്കൂറോളം വിശ്രമിച്ച ശേഷം, ഭക്ഷണം കഴിച്ച ശേഷം അദ്ദേഹത്തെ വീണ്ടും യാത്ര തുടരാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. അതുകൊണ്ട് അതിനെ തുടർന്ന് ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരം ലക്ഷ്യമാക്കി ആംബുലൻസ് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. നേരിയ വ്യതിയാനം ECGയിൽ നേരത്തെ ഇവിടെ എറണാകുളത്ത് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. എങ്കിലും വിദഗ്ധ ചികിത്സ നൽകാനാണ് തിരുവനന്തപുരത്തിന് കൊണ്ടുപോകുന്നത് എന്നുള്ളത് കൊണ്ടുകൂടിയാവണം ഡോക്ടർമാർ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത്. ഏതായാലും വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള യാത്ര തുടരട്ടെ എന്നൊരു നിർദ്ദേശമാണ് വെച്ചത്. ഏതായാലും അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രി അപകടമുണ്ടാവുകയും അതിനെ തുടർന്ന് ജയരാജന്റെ യാത്ര ട്രെയിൻ മാർഗമാക്കണം എന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയരുകയും ചെയ്തിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ വളരെ ഒരു നിർബന്ധ ബുദ്ധിയോടുള്ള സമീപനം സംസ്ഥാന പോലീസ് സ്വീകരിച്ചു എന്നൊരു ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇന്ന് എങ്കിലും തൃശ്ശൂരിൽ നിന്നുള്ള യാത്രയെങ്കിലും ട്രെയിൻ മാർഗമാക്കണമെന്ന ആവശ്യം പോലും സംസ്ഥാന സർക്കാരോ പോലീസോ പരിഗണിച്ചില്ല. ദേശീയപാതയിലൂടെ അദ്ദേഹത്തെ ആംബുലൻസിൽ കൊണ്ടുപോകാൻ തന്നെ തീരുമാനമെടുക്കുകയായിരുന്നു. അത് വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി പോലീസ് നടപ്പിലാക്കുകയും ചെയ്തു. ഏതായാലും അല്പം മുമ്പ് CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അല്പം മുമ്പ് എറണാകുളം ജനറൽ ആശുപത്രിയിലെത്തി P ജയരാജനെ സന്ദർശിച്ചു. MV ജയരാജൻ പറഞ്ഞത് ഈ സംഭവത്തിൽ അങ്ങേയറ്റം മനുഷ്യത്വരഹിതവും പ്രാകൃതവും ആയ സമീപനമാണ് സംസ്ഥാന സർക്കാരും പോലീസും സ്വീകരിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യനോട്, സാധാരണ മനുഷ്യനോട് കാണിക്കാൻ പാടില്ലാത്തത്ര നീതി നിഷേധം ഒരു മുൻ MLA കൂടിയായിട്ട് പോലും ജയരാജന് നേരെ ഉണ്ടായി. അതിന് പിന്നിൽ BJPയെ പ്രീണിപ്പിക്കാനുള്ള ഉമ്മൻചാണ്ടിയുടെയും കോൺഗ്രസിന്റെയും UDFന്റെയും ശ്രമം തന്നെയാണ്. മാത്രമല്ല, ഇന്നലെ രാത്രി ഉണ്ടായ അപകടം സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണം എന്നും ജയരാജൻ ആവശ്യപ്പെട്ടു. രാത്രി കൊണ്ടുപോകരുതെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നിട്ടുണ്ട്. കാരണം അദ്ദേഹം കുറെ നാളുകളായി ഹൃദ്രോഗിയാണ്, നിരവധി തവണ ആൻജിയോപ്ലാസ്റ്റിന് വിധേയനായ ഒരു രോഗിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഉറക്കം നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു യാത്ര നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ് എന്ന് CPM നേതാക്കളും ബന്ധുക്കളും അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷെ പോലീസ് അത് ചെവിക്കൊണ്ടില്ല. അതിനതൊക്കെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണം ആവശ്യമുണ്ട്. മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ 20-നാണ് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് ഇദ്ദേഹത്തെ പരിശോധിച്ചിട്ട് വിദഗ്ധ ചികിത്സയ്ക്ക് ശുപാർശ ചെയ്തത്. പക്ഷേ 23 വരെ, ഇന്നലെ വരെ കാത്തിരുന്നു തിരുവനന്തപുരത്ത് ശ്രീചിത്രയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോകാനുള്ള തീരുമാനമെടുക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ആ കാലതാമസം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളിൽ കോൺഗ്രസും പോലീസും വിശദീകരിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇക്കാര്യത്തിൽ ഒരു സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം CPM ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഏതായാലും P ജയരാജനും കൊണ്ടുള്ള ആംബുലൻസ് തിരുവനന്തപുരം ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. എറണാകുളം നഗരപരിധി വിട്ടിട്ടില്ല. അല്പസമയം തന്നെ കുണ്ടന്നൂർ വഴി അരൂർ ദേശീയപാതയിൽ പ്രവേശിക്കും. ഏതായാലും യാത്ര തുടരുകയാണ്. തീർച്ചയായും സാലിം മുഹമ്മദ്, യാത്രക്കിടെ വീണ്ടും ജയരാജന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. എറണാകുളം ആശുപത്രിയിൽ താൽക്കാലിക ചികിത്സ നൽകി. ECGയിൽ ചെറിയ വേരിയേഷൻ കണ്ടെത്തി. എന്നാൽ വിശ്രമിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായതുകൊണ്ട് പോകാം എന്ന നിർദ്ദേശമാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിൻ്റെയൊക്കെ വിവരമാണ് ആംബുലൻസിനൊപ്പം സഞ്ചരിക്കുന്ന ഞങ്ങളുടെ പ്രതിനിധി സാലിം മുഹമ്മദ് നൽകിയത്. മലപ്പുറം ജില്ലയ്ക്ക് പുറത്ത് വാഹനം ഓടിച്ചിട്ടില്ലെന്ന് ആംബുലൻസിന്റെ ഡ്രൈവർ നൌഷാദ്. താൻ ഉറങ്ങിപ്പോയതല്ല അപകട കാരണമെന്നും ടയർ പഞ്ചറായതാണെന്ന് തോന്നിയപ്പോൾ വാഹനം നിർത്താൻ ശ്രമിച്ചപ്പോൾ അപകടമുണ്ടാകുകയായിരുന്നുവെന്നും നൌഷാദ് പറഞ്ഞു. അല്ല, ഞാൻ ലോങ് അധികം പോയിട്ടില്ല. ഇല്ല, കോഴിക്കോട്, മലപ്പുറം, കോട്ടക്കൽ ആ ഡിഷനിലെ വണ്ടി പോലെ ലോങ് ഒരാൾ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാനും ചോദിച്ചിട്ടില്ല. P ജയരാജൻ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത് കടുത്ത ഉത്കണ്ഠ ഉളവാക്കുന്നതാണെന്ന് പിണറായി വിജയൻ. ജയരാജനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള CBIയുടെ വ്യഗ്രതയും അസമയത്ത് ആരോഗ്യനില കണക്കിലെടുക്കാതെ ആംബുലൻസിൽ തലസ്ഥാനത്തേക്ക് അയച്ച അപകടത്തിൽപ്പെടുത്തിയ സർക്കാരിന്റെ നടപടിയും സംശയങ്ങൾ ഉയർത്തുന്നു. RSS ആസൂത്രണം അനുസരിച്ചാണ് ജയരാജന് നേരെ കടുത്ത മനുഷ്യാവകാശ ലംഘനം നടക്കുന്നത്. ഇതിൽ ജനാധിപത്യ വിശ്വാസികളുടെ ആകെ പ്രതികരണം ഉയരണമെന്നും പിണറായി വിജയൻ ഫേസ്ബുക്കിൽ ആവശ്യപ്പെട്ടു. P ജയരാജനെ തിരുവനന്തപുരത്തേക്ക് രാത്രിയിൽ കൊണ്ടുപോയതിൽ ദുരൂഹത.
വിമാനത്തിൽ കൊണ്ടുപോകാനുള്ള നീക്കം കണ്ണൂർ ജയിൽ സൂപ്രണ്ട് അശോകൻ അരിപ്പ ഇടപെട്ട് മുടക്കി. ആംബുലൻസ് വഴിയുള്ള പകൽ യാത്ര ഇല്ലാതാക്കുന്നതിന് പിന്നിലും സൂപ്രണ്ടിന്റെ കരങ്ങളാണ്. പി ജയരാജനെ വിദഗ്ധ ചികിത്സയ്ക്കായി ഉന്നത ആശുപത്രിയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അധികൃതർ സ്വീകരിച്ച നടപടികളെല്ലാം അടിമുടി ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് അശോകൻ അരിപ്പയായിരുന്നു സർക്കാർ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. പി ജയരാജന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്നും എത്രയും പെട്ടെന്ന് വിദഗ്ധ ചികിത്സ ലഭിക്കുന്ന ആശുപത്രിയിലേക്ക് മാറ്റണമെന്നും കാട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ സംഘം അശോകൻ അരിപ്പയ്ക്ക് റിപ്പോർട്ട് നൽകിയത് ഈ മാസം 20-ന്. എന്നാൽ അശോകൻ അരിപ്പ 3 ദിവസം ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. വിമാനത്തിലോ തീവണ്ടിയിലോ പി ജയരാജനെ സുരക്ഷിതമായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാമായിരുന്നു. എന്നാൽ അശോകൻ അരിപ്പ തീരുമാനിച്ചത് റോഡ് മാർഗം കൊണ്ടുപോകാൻ, അതും അർദ്ധരാത്രിയിൽ മതിയായ സുരക്ഷ പോലും ഏർപ്പെടുത്താതെ. വേണ്ടത്ര പ്രാവീണ്യമില്ലാത്ത ഡ്രൈവറെയായിരുന്നു പി ജയരാജൻ സഞ്ചരിച്ച ആംബുലൻസ് ഓടിക്കാൻ നിയോഗിച്ചതെന്ന് ഡ്രൈവറുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. അല്ല, ഞാൻ ലോങ് അധികം പോയിട്ടില്ല. കോഴിക്കോട്, മലപ്പുറം, കോട്ടക്കൽ ആ ഡിസലിലെ വണ്ടി പോലെ ലോങ് ഒരാൾ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാനും ചോദിച്ചിട്ടില്ല. പി ജയരാജനെ അർദ്ധരാത്രിയിൽ കൊണ്ടുപോയി അപകടത്തിലേക്ക് തള്ളിവിട്ടതിനെ പറ്റി അന്വേഷിക്കണമെന്നും കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് അശോകൻ അരിപ്പയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MP ജയരാജൻ ആവശ്യപ്പെട്ടു. ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ജയിൽ സൂപ്രണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ നടപടി സർക്കാർ എടുക്കേണ്ടതാണ്. ഒരു സാധാരണ മനുഷ്യന് കിട്ടേണ്ട നീതി പോലും ജയരാജന് കിട്ടിയില്ല. സംസ്ഥാനത്തെ ഉന്നതനായ CPIM നേതാവിന്റെ ജീവൻ വെച്ച് പന്താടുന്ന സർക്കാർ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. PV കുട്ടൻ, കോഴിക്കോട്. കനയ്യയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ഈ മാസം 29-ലേക്ക് മാറ്റി. കനയ്യയുടെ സുരക്ഷയിൽ ദില്ലി ഹൈക്കോടതി ആശങ്ക പ്രകടിപ്പിച്ചു. കനയ്യയെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. തങ്ങളല്ല മുദ്രാവാക്യം വിളിച്ചതെന്ന് കീഴടങ്ങിയ വിദ്യാർത്ഥികൾ മൊഴി നൽകി. അതേസമയം കൈരളി പീപ്പിൾ TV റിപ്പോർട്ടർ മനു ശങ്കറിനെ ആക്രമിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. മനു ശങ്കറിന് സംഘ് പരിവാറിന്റെ ഭീഷണിയുമുണ്ടായി. തീർച്ചയായും ഇതിന്റെ വിവരങ്ങളുമായി മനു ശങ്കരൻ ഞങ്ങളുടെ പ്രതിനിധി തന്നെ ചേരുകയാണ്. മനുവിനെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലടക്കം JNU വിഷയത്തിലുള്ള ഇന്നത്തെ അപ്ഡേഷൻ ഏറ്റവും പുതിയത്. അജിംഷാദ്, നിലവിൽ കന്നയ്യകുമാറിന്റെ ജീവന് സംരക്ഷണമേകുന്നതിൽ ആശങ്കയുണ്ട് എന്ന് അറിയിച്ചുകൊണ്ടായിരുന്നു ദില്ലി ഹൈക്കോടതി നിലവിൽ ഫെബ്രുവരി 29-ലേക്ക് കന്നയ്യകുമാറിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് നീട്ടിയത്. ദില്ലി പോലീസ് ദില്ലി ഹൈക്കോടതി മുമ്പാകെ ആവശ്യപ്പെട്ടിരുന്നത്. നിലവിൽ ഇപ്പോൾ 2 പേർ കൂടി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. ഇനി 3 പേരെ കൂടി എത്രയും വേഗം അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇവരെ എല്ലാം ഒന്നിച്ച് ചോദ്യം ചെയ്യുന്നതിന് കൂടുതൽ തെളിവുകൾ കൈവരിക്കുന്നത് വരെ കന്നയ്യയ്ക്ക് ജാമ്യം നൽകരുതെന്ന് ദില്ലി പോലീസിന്റെ അഭിഭാഷകൻ വാദിച്ചു. ഈ വാദം സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ദില്ലി ഹൈക്കോടതി നിലവിൽ ഫെബ്രുവരി 29-ന് കന്നയ്യയുടെ ജാമ്യ ഹർജി പരിഗണിക്കാമെന്ന് അറിയിച്ചത്. അതിനാൽ തന്നെ തീഹാർ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കന്നയ്യകുമാറിന് വീണ്ടും തുടരേണ്ടി വരും. അതേസമയം കഴിഞ്ഞ അർദ്ധരാത്രി പോലീസ് മുമ്പാകെ കീഴടങ്ങിയ ഉമർ ഖാലിദ്, അനിർബൻ ഭട്ടാചാരി എന്നീ 2 വിദ്യാർത്ഥികളെ പോലീസ് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഈ ചോദ്യം ചെയ്യലിൽ തങ്ങൾ രാജ്യദ്രോഹ മുദ്രാവാക്യങ്ങളൊന്നും വിളിച്ചിട്ടില്ല എന്ന മൊഴിയാണ് പോലീസ് മുമ്പാകെ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, പുറത്തുനിന്നെത്തിയ ചില ആളുകൾ ഈ ചടങ്ങിനിടയിൽ ഇത്തരത്തിലൊരു മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില കാഴ്ചകൾ തങ്ങൾ കണ്ടിരുന്നു എന്നുകൂടി വിദ്യാർത്ഥികൾ ഇപ്പോൾ പോലീസ് മുമ്പാകെ മൊഴി നൽകിയിട്ടുണ്ട്. ഇവരുടെ മൊഴിയെടുപ്പ് തുടരുകയാണ്. ഇവരെ അല്പസമയങ്ങൾക്കകം മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയേക്കും എന്നുകൂടിയാണ് അറിയുന്നത്. നിലവിൽ കന്നയ്യയ്ക്ക് കൂടുതൽ സംരക്ഷണം നൽകണമെന്നും കന്നയ്യയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കരുതെന്നും ദില്ലി ഹൈക്കോടതി പരാമർശം നടത്തുകയുമുണ്ടായിരുന്നു. അതേസമയം ദില്ലി പാട്യാല ഹൗസ് കോടതിയിലടക്കം മാധ്യമപ്രവർത്തകരെ അടക്കം ആക്രമിച്ച ആക്രമികളിൽ പ്രധാനങ്ങളായിരുന്ന അഭിഭാഷകരായ വിക്രംജിത്ത് ചൗഹാൻ, ഒപ്പം ഓം ശർമ്മ, യശ്പാൽ സിംഗ് എന്നിവരെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷം ഇവരെ ജാമ്യാപേക്ഷയിൽ ഇവർക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. അജിംഷാദ്. ശരി, മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. JNU വിഷയം പാർലമെന്റിനെയും പ്രക്ഷുബ്ധമാക്കി. ഉച്ചയ്ക്ക് 3 മണിക്ക് ചർച്ച ചെയ്യും JNU വിഷയം എന്നതാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം. രാജ്യസഭ 2 മണി വരെ നിർത്തിവെക്കുകയും ചെയ്തു. വിവരങ്ങളുമായി സന്തോഷ് തലങ് ചേരുന്നു. സന്തോഷ്, JNU വിമുല വിഷയങ്ങൾ എങ്ങനെയാണ് ഇന്ന് സഭയെ സ്വാധീനിച്ചത്? സഭയിൽ എന്തൊക്കെയായിരുന്നു വിവരങ്ങൾ? അജിംഷാദ്, രാജ്യസഭയും ലോകസഭയും പിടിച്ചുകുലുക്കി JNU രോഹിത് വിമുല വിഷയങ്ങൾ. രാജ്യസഭയാകട്ടെ 5 തവണയോളം
വെച്ച് പിന്നെ 2 മണിക്ക് ചേർന്നു. പക്ഷേ അല്പസമയം പോലും സഭാ നടപടികൾ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. BSP അംഗങ്ങൾ രോഹിത് വിമലയുടെ വിഷയം ഉയർത്തി സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിയത് തുടരുകയും ചെയ്തു. ഇതോടുകൂടി സഭ വീണ്ടും നിർത്തിവെച്ചിരിക്കുകയാണ് 15 മിനിറ്റത്തേക്ക്. 2:30 വീണ്ടും ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. BSP അംഗങ്ങളും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾക്കും രാജ്യസഭ സാക്ഷിയായി. പ്രത്യേകിച്ച് രോഹിത് വിമലയുടെ ആത്മഹത്യ ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനിൽ ഒരു ദളിത് അംഗത്തെ നിയോഗിച്ചോ എന്നായിരുന്നു മായാവതി പ്രധാനമായും ഉന്നയിച്ച ചോദ്യം. എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ ദളിതർക്ക് എതിരെയാണെന്നും മായാവതി കുറ്റപ്പെടുത്തി. ഈ വൈസ് ചാൻസലറെ, ഹൈദരാബാദ് സർവകലാശാലയിൽ കുറ്റാരോപിതനായ വൈസ് ചാൻസലറെ പുറത്താക്കാത്തത് എന്തെന്നും മായാവതി ചോദിക്കുകയുണ്ടായി. ഇതിനൊക്കെ പിന്നീട് ചർച്ചയ്ക്ക് ശേഷം മറുപടി പറയാം എന്നായിരുന്നു സ്മൃതി ഇറാനിയുടെ മറുപടി. ഇതിനിടയിൽ സ്മൃതി ഇറാനി 2-3 പരാമർശങ്ങൾ നടത്തി. ഒന്ന്, ഹൈദരാബാദിൽ ആത്മഹത്യ ചെയ്ത ഒരാളുടെ ആത്മഹത്യയെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് എന്നായിരുന്നു ഇതിന് സ്മൃതി ഇറാനിയുടെ ഒരു പരാമർശം. രണ്ടാമത്തേത്, ഈ അന്വേഷണ കമ്മീഷൻ ദളിത് അംഗത്തെ ഉൾപ്പെടുത്തിയത് മായാവതി മറച്ചു വെക്കുന്നതെന്നും ചോദിച്ചു. പക്ഷെ ഇത് BSP അംഗങ്ങളെ രോഷം കൊള്ളിച്ചു. മന്ത്രി തന്നെ സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാരോപിച്ച് BSP MP മിശ്രയുടെ നേതൃത്വത്തിലുള്ള സംഘം നടുത്തളത്തിലേക്ക് ഇറങ്ങി. ഇതിനിടയിൽ സ്പീക്കർ പലതവണ ഇടപെട്ടു. എന്നെ നടപടിയെടുപ്പിക്കാൻ പ്രേരിപ്പിക്കരുതെന്നൊക്കെ ആവശ്യപ്പെട്ടെങ്കിൽ പോലും അംഗങ്ങൾ അടങ്ങിയില്ലതെ തുടർന്നാണ് സഭ ഇപ്പൊ നിർത്തിവെച്ചിരിക്കുന്നത്. ലോക്സഭ അരമണിക്കൂറിന് ശേഷം JNU വിഷയത്തിന്റെ ചർച്ചയിലേക്ക് കടക്കും. തീർച്ചയായും സന്തോഷ് സർലിംഗ് ആണ് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ പ്രതിഷേധം മറികടക്കാനാകാതെ നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി സർക്കാരിന്റെ ഒളിച്ചോട്ടം. പാമോലിൻ കേസിലെ കോടതി പരാമർശത്തിന്റെ പേരിൽ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന നിയമസഭയിൽ പ്രതിപക്ഷം ആരോപിച്ചു. ആരോപണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ നിയമസഭയെ തന്നെ സർക്കാർ ഇല്ലായ്മ ചെയ്യുന്നുവെന്ന് VS അച്യുതാനന്ദനും ആരോപിച്ചു. പാമോലിൻ കേസ് കരുണാകരനെ കൊടുക്കാൻ ഉണ്ടാക്കിയ കെണിയാണെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയതിനെ തുടർന്ന് നിയമസഭ പിരിഞ്ഞു. ഇപ്പോൾ ഇതിന്റെ വിവരങ്ങളുമായി സുനിൽ അരിമാനൂർ ചേരുകയാണ്. സുനിൽ, എന്തൊക്കെയാണ് ഇന്ന് നിയമസഭയിൽ നടന്നത്? പാമോലിൻ കേസിൽ തൃശൂർ വിജിലൻസ് കോടതിയുടെ പരാമർശം വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രതിപക്ഷം രാവിലെ അടിയന്തരപ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ കോടതിയുടെ പരാമർശം മുഖവിലേക്ക് എടുക്കേണ്ടതില്ല, അതിൽ പ്രാധാന്യമായി ഒന്നുമില്ല എന്നാണ് ഇതിന് മറുപടിയായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയമസഭയെ അറിയിച്ചത്. മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞത് പ്രതിപക്ഷം രാഷ്ട്രീയമായിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത് എന്നാണ്. പക്ഷേ ശക്തമായിട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിന് തന്നെയാണ് ഇന്നും സഭാതളം വേദിയായത്. സഭ ഇതിനെ തുടർന്ന് 1 മണിക്കൂർ നിർത്തിവെക്കുകയും ചെയ്തു. അതിനുശേഷം മുഖ്യമന്ത്രി സഭാ നടപടി വെട്ടിച്ചുരുക്കിക്കൊണ്ട് പ്രതിപക്ഷത്തോടും പറയാതെ സ്പീക്കറോടും പറയാതെ നിലപാട് സ്വീകരിച്ചു എന്നാണ് പ്രതിപക്ഷം പിന്നീട് ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞത്. അത്തരത്തിൽ സഭാ നടപടി വെട്ടിക്കുറിച്ചുകൊണ്ട് ഇന്ന് സഭാ സമ്മേളനം അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ സമ്മേളനത്തിന് 13ാം നിയമസഭയുടെ 16ാം സമ്മേളനത്തിലെ അവലോകനം നടത്തിക്കൊണ്ട് സ്പീക്കർ സംസാരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയും ചെയ്യും. ശരി സുനിൽ അരിമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. 6ാമത് ദക്ഷിണ റെയിൽവേ കലാമേളയിൽ പാലക്കാട് ഡിവിഷന് കിരീടം. ചെന്നൈയിൽ നടന്ന ഇന്റർ ഡിവിഷൻ കലാമേളയിൽ 40 പോയിന്റ് നേടിയാണ് പാലക്കാട് ഡിവിഷൻ നേട്ടം കൊയ്തത്. ദക്ഷിണ റെയിൽവേ ഓഫീസർമാർക്കും കുടുംബാംഗങ്ങൾക്കുമായി നടത്തിയ കലാമേളയിലാണ് പാലക്കാട് ഡിവിഷൻ കിരീടം ചൂടിയത്. ചെന്നൈയിൽ നടന്ന മേളയിൽ സംഘനൃത്തം, സംഘഗാനം, കുട്ടികളുടെ ക്ലാസിക്കൽ നൃത്തം, ശാസ്ത്രീയ ഗാനം തുടങ്ങിയ ഇനങ്ങളിൽ പാലക്കാട് ഒന്നാമതെത്തി. നാടകം, രംഗോലി എന്നിവയിൽ 2ാം സ്ഥാനവും നേടി. അഭിമാനാർഹമായ നേട്ടമാണിതെന്നും സ്പോർട്സ് രംഗത്തുകൂടി നേട്ടം കൊയ്യാൻ ശ്രദ്ധിക്കുമെന്നും DRM ആനന്ദ് പ്രകാശ് പറഞ്ഞു. Last time we were the second runners up, but this time our team, our officers, their family, they worked hard and it was recognized. Next year our team will endeavor to get in the sports field. Sports field we were poor. സീനിയർ ഡിവിഷണൽ കൊമേഴ്സ്യൽ മാനേജർ TA ധനഞ്ജയന്റെ നേതൃത്വത്തിലായിരുന്നു പാലക്കാട് ഡിവിഷൻ മത്സരത്തിനിറങ്ങിയത്. ഇത് ഒരു ചെറിയ നേട്ടമായി കാണാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം 40-40ഓളം വർഷങ്ങൾക്ക് ശേഷം സ്കൂൾ കോളേജുകളൊക്കെ വിട്ടതിന് ശേഷം വീണ്ടും സ്കൂൾ കോളേജ് കുട്ടികളെ പോലെ ഞങ്ങൾ ആടിപ്പാടി തകർത്തൊരു ഷീൽഡ് കൊണ്ടുവന്നപ്പോൾ ഇത് ഒരു വലിയ നേട്ടമായി തന്നെയാണ് നമ്മൾ കാണുന്നത്. അഡീഷണൽ ഡിവിഷണൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ രവീന്ദ്രന്റെ ഭാര്യ സീന രവീന്ദ്രൻ കലാപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.